ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഗുലാബ് ജാമുനാണ്. ഗുലാബ് ജാമുൻ ഇന്നൊരു സ്പെഷ്യലാണ്. അവിൽ കൊണ്ടുള്ളൊരു ഗുലാബ് ജാമുനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അവിൽ ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അപ്പം ഈ അവിലൊന്ന് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതിലെ വെള്ളം ഒന്ന് നന്നായിട്ട് ഊറ്റിക്കളയുക. ഒരു അരിപ്പ വെച്ചോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിലെ വെള്ളം ഒന്ന് കംപ്ലീറ്റ് നീക്കം ചെയ്യാം. അപ്പോൾ ഞാനിത് 10 മിനിറ്റ് ഇത് മൂടി വെച്ച് എടുത്തതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതൊരു വേറെ ബൗളിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അവിലിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ എല്ലാം കൂടി കുഴച്ച് വരുമ്പോഴേക്ക് നല്ല ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഈ അവിൽ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും നന്നായി കുഴച്ചെടുക്കുക. നന്നായി ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിൽ കംപ്ലീറ്റ് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബോൾസ് മുങ്ങി നിൽക്കുന്ന പാകത്തിൽ എണ്ണയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് മുഴുവൻ സൈഡും ഒന്ന് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. മുഴുവൻ ഫ്രൈ ആവുന്നവരെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് നല്ല ബ്രൗണിഷ് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവുന്നവരെ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ട ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് എല്ലാ ഭാഗവും ഒരുപോലെ നന്നായി ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗണിഷ് നിറയെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനാവശ്യമായ പഞ്ചസാര പാനീയം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു 2.5 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ കപ്പ് അളവ് തന്നെ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ 4 ഏലക്ക നന്നായി ചതച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ. എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് മെല്ലെ കുറുകി വരും. അപ്പോൾ അത് നമ്മുടെ പഞ്ചസാര പനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കാവേണ്ട ആവശ്യമില്ല. കാരണം അത് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് അത് വീണ്ടും ഒന്നുകൂടി അത് കട്ടി ആയിപ്പോകും. അതുകൊണ്ട് ഒരുപാടങ്ങ് കട്ടിയാവേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഈ പാനീയത്തിലേക്ക് നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് അതിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്കും കുറച്ച് പഞ്ചസാരയൊക്കെ അതിലേക്ക് പിടിക്കും.
പിന്നെ നമുക്ക് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ബാക്കി പഞ്ചസാര കൂടി അതിലേക്ക് പിടിച്ചോളും. അപ്പോൾ ഒരു 3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഗുലാബ് ജാമുൻ്റെ അതേ ടേസ്റ്റാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു.